ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ക്രഷും അവിടെ ബഹളം ഉണ്ടാക്കുക ചെയ്യുന്നത് കേട്ടോ. ബലരാമനെ ആ ഐ സിയിലേക്ക് കൊണ്ടുപോകണ്ടെന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. കാരണം വേറൊന്നല്ല, ആ ഐ സിയുൽ എൻ്റെ അച്ഛൻ കിടക്കുന്നുണ്ട്. കൃഷി ജീവനോടെ ഉള്ളിടത്തോളം കാലം എൻ്റെ അച്ഛൻ്റെ ദേഹത്തൊരു മണ്ണ് വീഴാൻ പോലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് സഹദേവനോട്. സഹദേവനോട് അങ്ങ് മത്സരിക്കാട്ടോ ചെയ്യുന്നത്. സഹദേവനാണെങ്കിൽ ആ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ രണ്ടുപേരും അടി കൂടുമ്പോൾ ഡോക്ടർ വന്നിട്ട് അവിടെ പ്രശ്നം പരിഹരിക്കുന്നുണ്ട് കേട്ടോ. ഐ സി യു ഒരാൾക്ക് മാത്രമായിട്ടുള്ളതല്ല, എല്ലാ പേഷ്യൻറ്റിനും ഒരുപോലെ അർഹതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ബലരാമനെയും ഇവിടെ അഡ്മിറ്റ് ചെയ്യുമെന്ന രീതിയിൽ പറയുന്നു കേട്ടോ. ഡോക്ടർ പറഞ്ഞാൽ പിന്നെ എതിർത്ത് പറയാൻ സാധിക്കില്ല. പക്ഷെ പിന്നീട് കാണിക്കുന്നത് ഐ സിയുയിൽ കിടക്കുമ്പോൾ സാഗർ സുജും കൂടി സംസാരിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അപ്പോഴത്തേനും പറയുന്നുണ്ട്, അപ്പുറത്ത് വയ്യാണ്ട് കിടക്കുന്നത് ആരാ സുജു എന്ന് ചോദിക്കുമ്പോൾ അത് ബലരാമനാണെന്ന് പറയുന്നു. ബലരാമനോ? ബലരാമൻ എന്ത് പറ്റി? കുത്ത് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ജയിലിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറയുന്നു. ഇത് സത്യം തന്നെയാണോ എന്നറിയില്ല സാഗർ, ഞാൻ സാഗറിൻ്റെ അടുത്ത് എപ്പോഴും ഇരിക്കാമെന്ന രീതിയിൽ സുജു പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ മാറി നിന്ന് മറ്റാർക്കും ഫോൺ ചെയ്ത് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണിയെക്കുറിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അവൾ ചർച്ച ചെയ്യാണ്. അവൾ വെല്ലുവിളിച്ചിട്ടാണ് പോയത് എന്ന രീതിയിൽ വരുണിനോടായിരിക്കും. കാരണം വരുണിനെ എന്തായാലും കൺമണി അവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയിട്ടുണ്ടല്ലോ, അങ്ങനെ സംഭവിക്കാം. പിന്നീട് ഭാഗ്യശ്രീ ആട്ടോ കാണിക്കുന്നത്. അങ്ങനെ കൺമണിയെ വിളിച്ച് സംസാരിക്കുക കേട്ടോ ചെയ്യുന്നത്. കൺമണി പറയുന്നുണ്ട്, സാഗർ സാർ എന്തെങ്കിലും അപായപ്പെടുത്തുമോ ബലരാമൻ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും, ഏട്ടനെ ഇപ്പോൾ കൺമണിക്ക് മനസ്സിലായിട്ടില്ലേ? മറ്റാർക്കും മനസ്സിലായില്ല എന്നുള്ളത് ശരിയാണ്. കൺമണിക്ക് അറിയാലോ എൻ്റെ ഏട്ടന് ഒരു അപകടം പറ്റിയത് തന്നെയാണ്. എൻ്റെ ഏട്ടൻ സാഗർ സാറിനെ കൊല്ലാൻ വേണ്ടി വന്നതൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. കൺമണി വിഷമിക്കേണ്ട, സാഗർ സാറിന് ഒരു ആപത്തും വരില്ല, അത് ഞാൻ ഉറപ്പ് തരണമെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കൃഷി കൺമണിയെ വിളിച്ച് സംസാരിക്കുന്നു കേട്ടോ. കാരണം ബലരാമൻ അവൻ അവിടെ കിടക്കുന്നുണ്ട്. അവൻ എൻ്റെ അച്ഛനെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവൻ്റെ അവസാനം തന്നെയായിരിക്കും എന്ന രീതിയിലൊക്കെ കൺമണിയോട് പറയുന്നുണ്ട്. അങ്ങനെ വീറും വാശിയോടുകൂടി തന്നെ കൃഷ് പുറത്ത് കാവലായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു കണക്കിന് അച്ഛനും മകനും ആ ഒരു ഐ സിയിലുണ്ടായത് നന്നായി. കാരണം സാഗറിനെ കൊല്ലാനായിട്ട് ഗുണ്ടകൾ വരുമ്പോൾ ബലരാമന് ശക്തി ഉപയോഗിച്ചെങ്കിലും സാഗറിനെ കൊല്ലുന്നത് തടയുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. സാഗർ അപ്പം മനസ്സിലാക്കും ബലരാമൻ സ്വന്തം മകനാണെന്നുള്ളത്. രക്തത്തെ തിരിച്ചറിയുമെന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ തന്നെ. പിന്നീട് ഇത്രയും കാണിച്ചുകൊണ്ടാണ് പ്രമോ കഴിയുന്നത്. ഇനി എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക്